അസ്സലാമു ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയ കട്ട്ലറ്റാണ്. ഞാൻ അവൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ വെജിറ്റബിൾ കട്ട്ലറ്റാണ്, അവലും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോയിലോട്ട് ഇതൊരു കപ്പോളം അവിലാണ്, സാധാ അവിൽ കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്, സാധാ അവിലാണ്. ഇതിൻ്റെ വൈറ്റ് കളറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഒരു 5 മിനിറ്റോളം വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കുതിർത്ത 5 മിനിറ്റോളം വെക്കണം. അതൊന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ വാഷ് ചെയ്തെടുത്ത് ഇനി കുറച്ച് വെള്ളത്തിൽ ഇത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റോളം കുതിരാൻ വെക്കണം കേട്ടോ. ഇതൊരു 3 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങാണ്, ബോയിൽ ചെയ്തതാണ്. നന്നായി മാഷ് ചെയ്തിട്ടുണ്ട്. മാഷ് ചെയ്യുക, ഗ്രേറ്റ് ചെയ്യുക, എന്തും ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചെറിയ പീസസായി കട്ട് ചെയ്തതാണ്, ഇത് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറിയ പീസസായി കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ്ഡ് സവാള, ഇതെല്ലാം ആഡ് ചെയ്യുക അതിലോട്ട്. വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ക്യാബേജ് ചെറിയ പീസസാക്കി അരിഞ്ഞ ക്യാബേജാണ്, ക്യാബേജും ആഡ് ചെയ്യുക. ഒരു പച്ചമുളക് ചെറിയ പീസസായി അരിഞ്ഞത്, കുറേശ്ശെ കരിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ജീരകം കേട്ടോ, ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീര് കേട്ടോ, ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീര്, കുരുവൊക്കെ കളഞ്ഞിട്ട് പകുതി ചെറുനാരങ്ങൻ്റെ നീര്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്കൊരു പുളി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാം കൂടി. ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച അവിലാണ്, ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കേട്ടോ, കോൺഫ്ലവർ എന്തോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അരിപ്പൊടി ആഡ് ചെയ്യുന്നത് 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിൽ ഇതിൻ്റെ മേൽക്കൂടി ഇങ്ങനെ തടവുക, കയ്യിൽ ഇച്ചിരി ഓയിലാക്കിക്കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് ഉരുട്ടി കൊടുക്കാം കേട്ടോ. ഈ ഓയിലിൽ കയ്യിൽ കുറച്ച് ഓയിലാക്കുക, മാവിൻ്റെ മേലെ കുറച്ച് ഓയിൽ. ഇനി ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കട്ടെ, കുറച്ച് വക്കില്ല ഒരു പാത്രം എടുക്കുക, അതിൽ നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഭാഗവും നന്നായി ഒന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മാവ് ഇതിലോട്ട് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൽ കംപ്ലീറ്റ് സ്പ്രെഡാക്കി കൈ വെച്ച് ഒന്ന് അമർത്തി എല്ലാ ഭാഗവും ഒന്ന് ഈവൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഞാനൊരു കട്ട്ലറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സോ സ്റ്റീലിൻ്റെ മൂടി ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്താലും മതി, ബോട്ടിൽ ക്യാപ്സൊക്കെ ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഗ്ലാസ് വെച്ചിട്ടാണിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ പിടിക്കുക, അപ്പോൾ അതാട്ടോ നമുക്കൊരു കട്ട്ലറ്റ് പെട്ടെന്ന് ഒരു ഷേപ്പായി കിട്ടി കേട്ടോ. കയ്യിൽ വേണമെങ്കിൽ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ടും ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. ഇതാട്ടോ ഞാനെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബേക്ക് ചെയ്യുകയാണെങ്കിൽ അവനിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റോളം കേട്ടോ. പിന്നെ ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മേൽക്കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓയിൽ ബ്രഷ് ചെയ്തിട്ടൊന്ന് ബേക്ക് ചെയ്യാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം, ഷാലോ ഫ്രൈയും ചെയ്യാം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. 1 വീക്കോളം ഫ്രീസറിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ 1 വീക്കോളം നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഗ്യാസിൻ്റെ പാനിൽ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടായപ്പോൾ ഞാൻ ഓരോന്ന് ഇട്ടുണ്ട് കേട്ടോ, കട്ട്ലറ്റ് ഫ്രൈ ആവാൻ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ടൊന്ന് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ കോരിയെടുക്കുക. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് ഇല്ലെങ്കിൽ കോരിയെടുക്കുക. ഇതേ രീതിയിൽ എല്ലാ ബാച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റെഡി ആയിട്ട് നമ്മുടെ കട്ട്ലറ്റ്, അവിൽ കൊണ്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ട്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക. ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സൗണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റാണ് ഇതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.